പുലിക പോലിക പുലിക പോലിക പഠിക്കൂ പഠിക്കൂ പുലിക പോലിക പുലിക പോലിക പുലിക പോലിക പുലിക പോലിക പുലിക ഇങ്ങനെ ചെറിയ പണിയും കൂടെ പുലിക പോലിക പുലിക പോലിക പുലിക. അപ്പൊ നിങ്ങൾ ഏറ്റുപാടണ്ട, ഞാനീ പറയുന്ന 2 പീസ് ഇട്ടാൽ മതി. മനസ്സിലായില്ലേ? ഇതാ നാടൻ പാട്ട്. പുലിക പോലിക പുലിക പോലിക പുലിക. നിങ്ങളെല്ലാവരും കൂടെ ആ പുലിക, അത് ദേശത്തിന്റെ ശബ്ദമാണ്, കൂട്ടായ്മയുടെ ആരവമാണ് അല്ലേ? പുലിക പോലിക പുലിക പോലിക പുലിക പുലിക പോലിക പുലിക പോലിക പൊലി പോലി പൊലി പോലിക ആ പൊലി പോലി ആ പൊലി പോലിക. നമുക്ക് പൊലിക്കുമോന്ന് നോക്കാം. പിന്നെന്താ പൊലിയേണ്ടത്? മണ്ണ് പോലിക മായം പോലിക. അപ്പൊ മണ്ണ് സംരക്ഷിക്കണം, മണ്ണിനെ പൊലിപ്പിക്കണം, മായം സംരക്ഷിക്കണം, മലിനമാക്കാൻ പാടില്ല. മായം എന്ന് പറഞ്ഞാൽ ആകാശം അല്ലേ? നേര് പൊലിയണം, നീര് പൊലിയണം, കതിര് പൊലിയണം, കതിരോൻ പൊലിയണം, പന്ത പൊലിയണം, പന്തം പൊലിയണം, എന്തെല്ലാം പൊലിയണം. സർവ ജീവരാശികളും പൊലിയണം. എഴുത്തും വായനയും അറിയാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത അപരിഷ്കൃതർ എന്ന് പറഞ്ഞ് നമ്മൾ പുറന്തള്ളപ്പെട്ട ആളുകൾ പറയുന്നു, ദിക്ക് തെളിയണം, ദേശം തെളിയണോ. ഇത് കേട്ടിട്ട് എന്ത് പറഞ്ഞ്? അത് ആദ്യം ആ പറയന്മാരുടെ പാട്ടാണ്, ചാറ്റാന്ന് പറഞ്ഞു. ഇതേ പറയന്മാരുടെ ചാറ്റ ആരും കേട്ടില്ല. പക്ഷെ അവര് പറഞ്ഞതെന്താണ്? ദിക്ക് തെളിയണം, ദേശം തെളിയണോ, ദേശത്താലഞ്ചീശ്വരൻ തെളിയണം, പഞ്ചഭൂത മണ്ണ് തെളിയണം, മായം തെളിയണം, മാലൊഴിഞ്ഞി മാറണം തെളിയണം. എന്റെ ചിന്ത കൊണ്ടോ, വാക്കുകൊണ്ടോ, നോക്കുകൊണ്ടോ, പ്രവൃത്തി കൊണ്ടോ, മറ്റ് ഇതര കർമാദികൾ കൊണ്ടോ ഈ ജീവപ്രപഞ്ചത്തിന്, പഞ്ചഭൂതത്തിന്, ഈ മണ്ണിന്, മായത്തിന്, ദിക്കിന്, ദേശത്തിന് എന്തെങ്കിലും കേടുകെടുമതി കേവാരങ്ങൾ വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ, അമ്മേ ജീവപ്രപഞ്ചമേ, ഞാൻ പ്രായച്ചിത്തത്തിന് ഒരുക്കമാണിതാ, ഞാൻ ബലിയാകാൻ തയ്യാറാണ്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കുട്ടനാട്ടിലെ എത്രയോ ആയിരക്കണക്കിന് കർഷക തൊഴിലാളികൾ ദേശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി സ്വയം ബലിയായിട്ടുണ്ട്, ബലിയാക്കപ്പെട്ടിട്ടുമുണ്ട്. ഉടമകളാൽ ബലിയാക്കപ്പെട്ടിട്ടുണ്ട്, സ്വയം ബലിയായിട്ടുണ്ട്. മടമുറിഞ്ഞ് ദേശം നാശത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ അവർ സ്വയം ഏരികളുമായി മടമുറുക്കാൻ ആ ചേറിൽ ആഴ്ത്തപ്പെട്ടിട്ടുണ്ട്, ബലിയാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര അമ്മമാർ, എത്രയെത്ര അച്ഛന്മാർ, ആ കാർഷിക മേഖലയിലെ കർഷക തൊഴിലാളികൾ. അപ്പോൾ അവരുടെ ഉന്നതമായ ദർശനം. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ മക്കളെ, പല്ലിയെ പിടിച്ചാൽ പല്ലി എന്ത് ചെയ്യും? പല്ലി ഓടും. പക്ഷെ പല്ലി ഓടും, ഒരു കുറച്ച് ഭാഗം അവിടെ ഇട്ടേച്ചേ ഓടുള്ളൂ. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു കളഞ്ഞുകൊണ്ട് ആ ജീവന്റെ ബോഡിയെ സംരക്ഷിക്കുന്നു. അല്ലേ? ശരിയല്ലേ? തേനീച്ച കുത്തിയാൽ എന്താ സംഭവിക്കുക? വേദന എടുക്കുക. പക്ഷേ ഈ കുത്തുന്ന തേനീച്ച ചത്തു, അതറിയാവോ? അതിന്റെ ഒരു ജീവനാരായം കൊണ്ടാണ് അത് കുത്തുന്നത്. അത് കുത്തി ഈ ആണി നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങും. പിന്നെ ആ ഈച്ച ചത്തു. ഇല്ലേ? എന്തിനു വേണ്ടിയാ? ആ ഈച്ചയുടെ സമൂഹം ഉണ്ടല്ലോ, ആ ബോഡി, അതിനായിരക്കണക്കിന് ഈച്ചകൾ കൂടുന്നൊരു ബോഡി ഉണ്ടതിന്, ഒരു ശരീരം. ആ ജീവശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി അത് ചെയ്യുന്നതാണ്. സ്വയം ആത്മാഹൂതി ചെയ്തുകൊണ്ട് ബോഡിയെ സംരക്ഷിച്ചു.
മനസ്സിലായില്ലേ? അപ്പൊ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇത് കേട്ടോ? കേട്ടോ? കേട്ടിട്ടില്ല? ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. എവിടെയെങ്കിലും ഇനി അത് കയ്യിലൊന്ന് എണ്ണിക്കൂ. എട്ട്. സരിഗമ പധനിസ. സരിഗമ പധനിസ 8 സപ്തസ്വരം ഉണ്ടതിൽ. ഒരു സ്വരസ്ഥാനവും തെറ്റുന്നില്ല. ഇത് കുയിലിന്റെ പാട്ടാണ്. കുയിൽ ഒരു തരത്തിലല്ല പാടുന്നത്. കുയിൽ പാടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കൊരു പകലിന് എത്ര സന്ധിയുണ്ട്? എത്ര സന്ധിയുണ്ട്? ഒന്നല്ല. നമുക്ക് അറിയാവുന്ന ഒരു സന്ധ്യ ഒന്നേ ഉള്ളൂ, വൈകുന്നേരം അല്ലേ? ഒരു പ്രഭാത സന്ധിയുണ്ട്, ഉദയസന്ധിയുണ്ട്, മധ്യാഹ്ന സന്ധിയുണ്ട്, സായം സന്ധിയുണ്ട്, ത്രിസന്ധിയുണ്ട്. അപ്പൊ എത്ര സന്ധിയുണ്ട്? ഈ 5 സന്ധികളിൽ 5 ഭാവത്തിലാണ് കുയിൽ കരയുന്നത്. കുയിൽ കരയല്ല, കുയിൽ പാടുന്നത്. അപ്പോ ഈ കുയിലിനെ പാട്ട് പഠിപ്പിച്ചതാരാ? കുയിലിനെ ആരാ പാട്ട് പഠിപ്പിച്ചത്? അത് 1 2 3 താളം തെറ്റാതെ താളം തെറ്റുന്നില്ല. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നിങ്ങൾ നിരീക്ഷിക്കണം. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ നിരീക്ഷിക്കണം. നമ്മുടെ കോഴി പോകുന്നത് കേട്ടിട്ടുണ്ടല്ലോ. എങ്ങനെയാ പോകുന്നത്? അയ്യോ, അങ്ങനെയല്ല. ഒന്നുകൂടെ പോയേ. എല്ലാവരും കൂടെ ചേർന്ന് പോയി.